കനത്ത മഴയെ അവഗണിച്ചും രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പിതാവിനൊപ്പം എത്തി LDF സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുത്ത് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എന്ന് എം സ്വരാജ് പറഞ്ഞു. നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും പറഞ്ഞു. മാനവേദൻ സ്കൂളിൽ നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങളുമായുണ്ട്. സമീർ, എന്താണ് അവിടുത്തെ സാഹചര്യം? നിലവിൽ അവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ആളുകൾ എത്തുന്നുണ്ടോ വോട്ട് ചെയ്യാൻ? അനുജ, നിലവിൽ മാനവേദൻ സ്കൂളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു അനുഭവത്തിനാണ് അല്പസമയം മുൻപ് ഈ മാനവേദൻ സ്കൂൾ രസകരമായ സംഭവത്തെക്കുറിച്ചാണ് സമീർ ബിൻ കരീം പറഞ്ഞു വന്നത്. പക്ഷേ ഒരു ചെറിയ സാങ്കേതിക തകരാറ് വന്നു. സമീറിലേക്ക് ഉടൻ തന്നെ നമ്മൾ തിരികെ എത്തും. മാനവേദൻ സ്കൂളിൽ കാര്യമായി ഇപ്പോൾ തിരക്കില്ല. ഈ സമയം അവിടെ വോട്ടർമാർ എത്തുന്നില്ല എന്നതാണ് സമീർ നൽകിയ വിവരം. നേരത്തെ രാവിലെ മുതൽ തന്നെ 7 മണിക്ക് മുൻപ് തന്നെ പല ബൂത്തുകളിലേക്കും ആളുകൾ എത്തുന്നത് കണ്ടിരുന്നു. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറ് സംഭവിച്ചിരുന്നു, ചിലയിടത്ത് മഴയുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇതിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറ് സംഭവിച്ച ഇടത്തെയൊക്കെ തകരാറ് പരിഹരിച്ചുകൊണ്ട് വോട്ടിംഗ് പുനരാരംഭിച്ചു. അല്പസമയം മുൻപ് നമ്മളോട് കോൺഗ്രസ് നേതാവ് ജോയ് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ആ തകരാർ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും തങ്ങൾ റീപോളിംഗ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്കൊരു തകരാർ ഉണ്ടാകുന്നത് എന്നതിൽ സംശയമുണ്ട് എന്നാണ്. അങ്ങനെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റീപോളിംഗ് ആവശ്യപ്പെടുമെന്ന് പറയുന്നു. രാവിലെ തന്നെ എം സ്വരാജും ആര്യാടൻ ഷൌക്കത്തും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ NDA സ്ഥാനാർത്ഥി അല്പസമയത്തിനകം വോട്ട് ചെയ്യാനായി എത്തുമെന്നതാണ്. PV അൻവറിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. പലയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഒട്ടേറെ തൊഴിലാളികളുള്ള മേഖലയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോകാനായാണ് നേരത്തെ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയത്. വോട്ടിംഗ് ശതമാനം കുറയുമോ എന്നൊക്കെ ഒരു ആശങ്ക മുന്നണികൾക്കുണ്ട്. പക്ഷേ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷ എല്ലാ മുന്നണികളും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം. ദിലീപ് കുമാർ, ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോളിംഗ് നടക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ളൊരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യം എല്ലാ മുന്നണികൾക്കും ഉണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെയൊക്കെ ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന തരത്തിലേക്ക് പ്രാധാന്യമുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മഴയാണ്, പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഏത് തരത്തിലേക്കാകും ഇതിന്റെ ഭൂരിപക്ഷം, പോളിംഗ് ശതമാനം എന്നൊക്കെ ഉള്ളത് അവരുടെയൊക്കെ ഭൂരിപക്ഷത്തെ, വിജയസാധ്യതയൊക്കെ ബാധിക്കുമോ എന്ന സംശയമൊക്കെ ഈ ഘട്ടത്തിൽ മുന്നണികൾക്കുണ്ടാകുമല്ലോ. അനുജ, നിലമ്പൂരിലെ മഴയും അതുപോലെ ചില ബൂത്തുകളിലുണ്ടായിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തടസ്സവും അതൊന്നും വോട്ടിംഗ് ശതമാനത്തെ ബാധിച്ചിട്ടില്ല, വോട്ടർമാരെ ബാധിച്ചിട്ടില്ല. ആവേശത്തോടുകൂടി വോട്ടർമാർ നിലമ്പൂരിൽ വിധി എഴുതാൻ എത്തുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ, അതായത് 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച് 9 മണിവരെയുള്ള സമയത്ത് മികച്ച പോളിംഗ് ശതമാനമാണ്. 13.15% പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നല്ല പോളിംഗ് ശതമാനം മിക്ക ഗ്രാമപഞ്ചായത്തുകളിലും ദൃശ്യമാണ്. നിലമ്പൂർ നഗരസഭയിലുമൊക്കെ വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ പോളിംഗ് അല്പം മന്ദഗതിയിലായിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതുന്നത്. കാരണം ആ നിലയിലുള്ള പ്രതികരണം അസാധാരണമാം വിധം ഇതുവരെ നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വോട്ടർമാരുടെ പ്രതികരണമാണ് രാവിലെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 76% പോളിംഗ്. ഇത്തവണ അതിനേക്കാൾ ഉയരും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത്. ആ നിലയിലുള്ള പ്രചാരണം, കാടിളക്കിയുള്ള പ്രചാരണമൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ നടത്തിയിരുന്നു. അത് എത്രമേൽ പ്രതിഫലിക്കും എന്നത് ഇനി കൃത്യമായി നമുക്ക് വൈകിട്ട് അറിയാനാകും. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പുള്ളത്. ഇപ്പോൾ തന്നെ പല ബൂത്തുകളിലും ചില ബൂത്തുകളിലൊക്കെ ക്യൂ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആദിവാസി മേഖലകളിൽ അവർക്ക് പ്രത്യേക പോളിംഗ് സ്റ്റേഷനുകൾ, 3 പോളിംഗ് സ്റ്റേഷനുകൾ പ്രത്യേകമായി അവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മികച്ച പോളിംഗ് ശതമാനമാണ് നിലമ്പൂരിൽ. ശരി, ഇതുവരെയുള്ള പോളിംഗ് ശതമാനം 13.15 എന്നതാണ്. ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക് തന്നെയാണ് വരുന്ന വിലയിരുത്തൽ.